Good morning everyone, welcome back to MTM Campus Educational Channel. Today we discuss the topic of motives for holding inventory and benefits of cost of inventories. ഇൻവെൻ്ററി ഹോൾഡ് ചെയ്തു വെക്കുന്നതിൻ്റെ മോട്ടീവ്സ് എന്താണ് എന്നുള്ളതാണ് മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ഇൻവെൻ്ററി എന്ന് പറയുന്നത്. നമ്മൾ ഇൻവെൻ്ററി എപ്പോഴും മാനേജ് ചെയ്യുന്നത് ഒപ്റ്റിമം ഇൻവെൻ്ററി, അതായത് മിനിമം ലെവൽ ഓഫ് ഇൻവെൻ്ററി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. മിനിമം ലെവൽ ഓഫ് ഇൻവെൻ്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് ഇൻവെൻ്ററി മാനേജ്മെൻറ്റിൽ 3 തരം മോട്ടീവ്സാണ് ഉള്ളത്. ഇൻവെൻ്ററി മാനേജ് ചെയ്യാനുള്ള മിനിമം ലെവൽ ഓഫ് ഇൻവെൻ്ററി മാനേജ് ചെയ്യാൻ 3 തരം മോട്ടീവ്സാണുള്ളത്. ഒന്ന് ട്രാൻസാക്ഷൻ മോട്ടീവ്സ്, സെക്കൻഡ് വൺ പ്രിക്കോഷണറി മോട്ടീവ്സ്, തേർഡ് വൺ സ്പെക്കുലേറ്റീവ് മോട്ടീവ്സ്. ഒന്നുകൂടി പറയാം: ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്കോഷണറി മോട്ടീവ്സ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. അതിൽ നമ്മൾ നോക്കാം മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ഇൻവെൻ്ററി. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. എവറി ഫേം ബിഗ് ഓർ സ്മോൾ, ട്രേഡിംഗ് ഓർ മാനുഫാക്ചറിങ് ഹാസ് ടു മെയിൻറ്റെയിൻ സം മിനിമം ലെവൽ ഓഫ് ഇൻവെൻ്ററീസ്. സ്മോൾ ആയിക്കോട്ടെ ബിഗ് ആയിക്കോട്ടെ ഏത് ഫേം ആണെങ്കിലും ആ ഫേമിന് മിനിമം ലെവൽ ഓഫ് ഇൻവെൻ്ററീസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് മോട്ടീവ്സ് ഫോർ മെയിൻറ്റെയിനിങ് ഇൻവെൻ്ററീസ്. ഈ ഇൻവെൻ്ററി മെയിൻറ്റെയിൻ ചെയ്യാൻ ഡിഫറെൻറ്റ് മോട്ടീവ്സ് ഉണ്ട്. ദീസ് മോട്ടീവ്സ് ആർ മോർ ഓർ ലെസ് സെയിം ആസ് ദ മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷ്. നമ്മൾ ഹോൾഡിംഗ് ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിന് ഉള്ള മോട്ടീവ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇൻ ദ മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ഇൻവെൻ്ററി. ദ മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ഇൻവെൻ്ററി ആർ ഏതൊക്കെയാണ്? ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്കോഷണറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. എന്താണ് ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ? ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ആവശ്യമായ, ഒരു കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ആവശ്യമായ സ്റ്റോക്ക്, ഇൻവെൻ്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഡേ ടു ഡേ റിക്വയർമെൻറ്റ്സിന് ആവശ്യമായിട്ടുള്ള ഇൻവെൻ്ററി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ട്രാൻസാക്ഷൻ മോട്ടീവ്. ആ മോട്ടീവ് വെച്ചിട്ടാണ് നമ്മൾ ഇൻവെൻ്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയാം. Every firm has to maintain some level of inventory to meet the day-to-day requirements of sales. ഏത് ഫേം ആണെങ്കിലും ആ കമ്പനിയുടെ ഡേ ടു ഡേ റിക്വയർമെൻറ്റ്സ് ആവശ്യമായിട്ടുള്ള ഇൻവെൻ്ററി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ഡേ ടു ഡേ റിക്വയർമെൻറ്റ്സ്? സെയിൽസിന് ഫിനിഷ്ഡ് ഗുഡ്സ് ആവശ്യമാണ്, പ്രൊഡക്ഷന് റോ മെറ്റീരിയൽസ് ആവശ്യമാണ്, കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുമ്പോൾ, ഓർഡർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇൻവെൻ്ററി ഉണ്ടായിരിക്കണം. ഇതാണ് ട്രാൻസാക്ഷൻ മോട്ടീവ്. ട്രാൻസാക്ഷൻ എവറി ഡെയിലി ട്രാൻസാക്ഷൻ ആവശ്യമായിട്ടുള്ള ഇൻവെൻ്ററി മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മോട്ടീവാണ് ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് പ്രിക്വഷണറി മോട്ടീവ്. എന്താണ് പ്രിക്വഷണറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഭാവിയിൽ വരാൻ പോകുന്ന എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചു കൊണ്ട് ഇൻവെൻ്ററി മെയിൻറ്റെയിൻ ചെയ്തു പോവുക. ഭാവിയിൽ ചിലപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രൈക്ക് ഉണ്ടാവാം. ഇപ്പം നമുക്ക് എക്സാമ്പിൾ പറയണേ, കൊറോണ ഉണ്ടായ സമയത്ത് ഇപ്പോൾ ചില ഫേമുകളൊക്കെ അടച്ചു പൂട്ടേണ്ടി വന്നു. പക്ഷേ അടച്ച് പൂട്ടുക എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനൊക്കെ കൊറോണ വന്ന സമയത്തൊക്കെ എംപ്ലോയീസിനോടൊക്കെ വീട്ടിൽ ക്വാറൻറ്റൈനിൽ ഇരിക്കാൻ പറഞ്ഞു. ആ സമയത്ത് എന്താ ഉണ്ടായത്? നമ്മളുടെ കമ്പനിയിൽ ഇൻവെൻ്ററി ആവശ്യമാണ്. ഓർഡർ വന്നിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട്
കസ്റ്റമേഴ്സിന് സ്റ്റോക്ക് എത്തിക്കണം. അപ്പോൾ അതിനെന്ത് വേണം? അവിടെ സ്റ്റോക്ക് ഉണ്ടാവണം. ഒരു മിനിമം ലെവൽ ഓഫ് ഇൻവെൻ്ററി അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടാവും. എന്നാൽ മാത്രമേ ക്വാറൻറ്റൈനിൽ പോയ സമയത്തും അവർക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യാൻ പറ്റിയിരുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിക്വേഷനായിട്ട് ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടി പ്രിക്കോഷനായിട്ട് എടുക്കുന്ന ഇൻവെൻ്ററി, അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെൻ്ററിയാണ് പ്രിക്വേഷണറി മോട്ടീവിനുള്ള ഇൻവെൻ്ററി എന്ന് പറയുന്നത്. പ്രിക്വേഷണറി മോട്ടീവ്, ആ മോട്ടീവ് കൊണ്ട് ഇൻവെൻ്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ എ ഫേം ഷുഡ് കീപ് സം ഇൻവെൻ്ററി ഫോർ അൺഫോർസീൻ സർക്കംസ്റ്റാൻസസ്. നമുക്ക് ഭാവിയിലുണ്ടാവുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് നമ്മളുടെ കമ്പനി ഇൻവെൻ്ററി കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്രിക്വേഷണറി മോട്ടീവ് എന്ന്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ദർ മേ ബി സ്ട്രൈക്ക് ഇൻ ദ ഫാക്ടറി ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ് മേ ഹോൾഡ്. എക്സാമ്പിൾ പറയുമ്പോൾ എന്താണ്? കമ്പനിയിൽ സ്ട്രൈക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഹോൾട്ടായി പോകും, നിർന്നു പോകും. അപ്പോൾ അവരെന്ത് ചെയ്യും? അത്തരം പ്രൊഡക്ഷൻ പ്രോസസ്സ് നിന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് ഓർഡർ വരുമല്ലോ. കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ, ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? സം ലെവൽ ഓഫ് ഇൻവെൻ്ററി മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ദെൻ പറയാനുള്ളത് തേർഡ് വൺ, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്കണോമിയിലുണ്ടാവുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചേഞ്ച് അല്ലെങ്കിൽ റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് ചേഞ്ചിൻ്റെ അഡ്വാൻറ്റേജസ് എടുക്കുക എന്നുള്ളതാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ റോ മെറ്റീരിയൽ നമുക്ക് 100 റോ മെറ്റീരിയൽ, 100 ഞാൻ യൂണിറ്റ് പറയുന്നില്ല, 100 നമ്പർ ഓഫ് റോ മെറ്റീരിയലാണ് ആവശ്യമായിട്ടുള്ളത്. ബട്ട് എന്നാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളുടെ കമ്പനി നമ്മൾ വാങ്ങിക്കാൻ ചെന്ന് നോക്കുമ്പോൾ സപ്ലയർ പറഞ്ഞു, സപ്ലയർ അവിടെ കൊടുത്തിട്ടുണ്ട്, അഡ്വർടൈസ് കൊടുത്തിട്ടുണ്ട്, 200 എണ്ണം വാങ്ങിച്ചാൽ 100 എണ്ണം ഫ്രീ എന്ന് കാണിക്കുന്നുണ്ട്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 200 എണ്ണം വാങ്ങിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡിസ്കൗണ്ടിൻ്റെ അഡ്വാൻറ്റേജസ് എടുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾക്ക് പറയാം ബൾക്ക് ക്വാണ്ടിറ്റി. ഇപ്പോൾ 200 നമ്പർ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂണിറ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു നമ്പറിൻ്റെ മുകളിൽ നിങ്ങൾക്ക് 2 rupees ഡിഡക്ഷൻ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 200 നമ്പർ വാങ്ങിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിഡക്ഷൻ കിട്ടുകയാണെങ്കിലും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടുതലായിട്ട് റോ മെറ്റീരിയൽ വാങ്ങിച്ചു വെക്കുന്നു. കാരണം നമുക്ക് ആ സമയത്ത് കിട്ടുന്ന അഡ്വാൻറ്റേജ്, നമ്മൾ എക്കണോമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ബെനിഫിറ്റ് ഉണ്ടാക്കണം, കമ്പനി ബെനിഫിറ്റ് ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയിട്ട് അവർക്ക് ബൾക്ക് ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ദ ഫേം മേ കീപ് സം ഇൻവെൻ്ററി ടു ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് ഗെറ്റിംഗ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ്. അപ്പോൾ കമ്പനി എന്താ ചെയ്യണത്? പ്രൈസിലുള്ള ചേഞ്ചിൻ്റെ അഡ്വാൻറ്റേജസ് എടുക്കുകയും അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എടുക്കുകയും ചെയ്യുന്ന, അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന മോട്ടീവാണ്, അതിന് വേണ്ടിയിട്ട് ഇൻവെൻ്ററി മെയിൻറ്റെയിൻ ചെയ്യുന്ന മോട്ടീവാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. 3 മോട്ടീവ്സ് ആണുള്ളത് ഇൻവെൻ്ററി ഹോൾഡ് ചെയ്യാനുള്ള മോട്ടീവ്സ് ആണ്. ഒന്ന് ട്രാൻസാക്ഷൻ മോട്ടീവ്, 2 പ്രിക്വേഷണറി മോട്ടീവ്, 3rd വൺ സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ദെൻ ബെനിഫിറ്റ്സ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററീസ്. ഇൻവെൻ്ററീസിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്? ദ ഫോളോയിങ് ആർ ദ റീസൺസ് ഫോർ ഓർ ബെനിഫിറ്റ്സ് ഓഫ് ഹോൾഡിംഗ് ഇൻവെൻ്ററീസ്. ഇൻവെൻ്ററീസ് ഹോൾഡ് ചെയ്യാനുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ റീസൺസ് താഴെ പറയുന്നവയാണ്. ഒന്ന്, അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ. 2nd വൺ, എഫിഷ്യൻറ്റ് പർച്ചേസ്. 3rd വൺ, ഇൻഡിപെൻഡൻറ്റ് സെയിൽസ്. 4th വൺ, ഗുഡ് വിൽ വിത്ത് ദ കസ്റ്റമേഴ്സ്. ഒന്നാമത്തെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഒരൊറ്റ കാര്യമാണ്, നമ്മളുടെ കമ്പനിയുടെ പ്രൊഡക്ഷൻ ഒരിക്കലും നിന്ന് പോകാൻ പാടില്ല. ആ പ്രൊഡക്ഷൻ നിന്ന് പോവാതിരിക്കണമെങ്കിൽ നമ്മളുടെ കമ്പനിയിൽ എന്തുണ്ടാവണം? റോ മെറ്റീരിയൽ കൃത്യമായിട്ടുണ്ടാവണം. ഡെയിലി റോ മെറ്റീരിയൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഒരു മിനിമം ലെവൽ ഓഫ് റോ മെറ്റീരിയൽ മെയിൻറ്റെയിൻ ചെയ്യണം ഫോർ ദി ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രൊഡക്ഷൻ നന്നായി നടക്കണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ ചെയ്തേ മതിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്
ഇൻവെൻ്ററി ഹോൾഡ് ചെയ്യുന്നത്. എവരി മാനുഫാക്ചറിങ് ഫേം മസ്റ്റ് ഹാവ് സഫിഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ഫോർ ദി റെഗുലർ ആൻഡ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ. ഏത് കമ്പനിയാണെങ്കിലും ഒരു സഫിഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ അവിടെ ഹോൾഡ് ചെയ്യുന്നതാണ്. കാരണം എന്താണ്? ആ കമ്പനിയുടെ റെഗുലർ ആൻഡ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ആവശ്യമായതുകൊണ്ട് തന്നെയാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇഫ് ദർ ഈസ് എ സ്റ്റോക്ക് ഔട്ട് ഓഫ് റോ മെറ്റീരിയൽസ് അറ്റ് എനി സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്, ദ പ്രൊഡക്ഷൻ വിൽ ബി ഇൻറ്ററപ്റ്റഡ്. ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ് ആവുന്നതെങ്കിൽ, റോ മെറ്റീരിയൽ ഇല്ല എങ്കിൽ എന്താ ഉണ്ടാവുക? അവർക്ക് കൃത്യമായിട്ട് പ്രൊഡക്ഷൻ നടത്താൻ കഴിയില്ല. ഒരു 10 ടണ്ണ് പ്ലാൻ കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനിയാണെങ്കിൽ ആ 10 ടണ്ണിനുള്ള റോ മെറ്റീരിയൽ അവിടെ ഇന്ന് ഡെയിലി അവൈലബിൾ ആയിരിക്കണം. ഇല്ല എങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ ഇൻറ്ററപ്റ്റഡ് ആവും. അത് തടസ്സപ്പെടും. അപ്പോൾ പ്രൊഡക്ഷൻ അൺഇൻറ്ററപ്റ്റഡായിട്ട് തടസ്സമില്ലാതെ നടക്കണമെങ്കിൽ എന്താവശ്യമാണ്? കൃത്യമായിട്ട് റോ മെറ്റീരിയൽ ഉണ്ടായിരിക്കണം. ഗുഡ്സ് cannot be delivered in time. This may result in customer dissatisfaction. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഇൻറ്ററപ്റ്റഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ഗുഡ്സിനെ പുറത്തേക്ക് പറഞ്ഞേക്കാൻ പറ്റില്ല. അതായത് ഡിമാൻഡ് ചെയ്ത ഗുഡ്സ് സെയിൽ ചെയ്യാൻ പറ്റില്ല. അത് ഡെലിവർ ചെയ്യാണ്ടായാൽ കസ്റ്റമേഴ്സിന് ഡിസാറ്റിസ്ഫൈഡ് ആവും. If sufficient stock is maintained, production can be carried on even if there is a shortage of inventory in the market. അതേപോലെ തന്നെ ഇവർ സഫിഷ്യൻറ്റ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് അവർ കൃത്യമായിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ചില കേസിൽ അവരുടെ മാർക്കറ്റിൽ ഇത്തരം സ്റ്റോക്ക് ഇല്ലാതെ വരികയാണെങ്കിൽ കൂടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? തടസ്സമില്ലാതെ അവരുടെ പ്രൊഡക്ഷൻ നടത്താൻ കഴിയും. കൃത്യമായിട്ട് അവരുടെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനും കഴിയും. അവർക്ക് പ്രൊഡക്റ്റ് എത്തിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനും കഴിയും. സെക്കൻഡ് പോയിന്റ്, എഫിഷ്യൻറ്റ് പർച്ചേസ്. എന്താ എഫിഷ്യൻറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ? പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നതാണ് നല്ലത്. ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങിക്കുമ്പോൾ അവർക്ക് ഡിസ്കൗണ്ടും കിട്ടും, ട്രേഡ് ഡിസ്കൗണ്ടും കിട്ടും. അതേപോലെ തന്നെ കൃത്യമായിട്ട് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ 2 ഡിസ്കൗണ്ട് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പർച്ചേസാണ് നടത്തേണ്ടത്. ഹോൾഡിംഗ് ഇൻവെൻ്ററി എന്ന് പറഞ്ഞാൽ, ഇൻവെൻ്ററി നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ എഫിഷ്യൻറ്റ് പർച്ചേസ് നടത്താൻ കഴിയുന്നു, ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ പറ്റുന്നു. ബൾക്ക് ക്വാണ്ടിറ്റിയിലൂടെ അവർക്ക് ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടുന്നു. ഓക്കെ, കമ്പനി കിട്ടുന്ന ബെനിഫിറ്റാണ് ഈ പറയുന്നത്. ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇൻ ബൾക്ക് വിൽ ഹെൽപ്പ് ടു ഗെറ്റ് ഡിസ്കൗണ്ട്സ് ആൻഡ് റിലാക്സേഷൻ ഇൻ ക്രെഡിറ്റ് പീരിയഡ്. അതേപോലെ തന്നെ ഇവർ ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടുന്നു. അതേപോലെ തന്നെ ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങിക്കുമ്പോൾ അവർക്ക് ക്രെഡിറ്റ് പീരിയഡിൽ ഇപ്പോൾ 1 മന്തൊക്കെ കൊടുക്കുന്ന ക്രെഡിറ്റ് പീരിയഡ് ചിലപ്പോൾ 2 മന്ത് കൊടുക്കും, ചിലപ്പോൾ 3 മന്ത്സ് കൊടുക്കാറുണ്ട്. A firm will also be able to purchase goods in advance of production to allow time for raw materials to reach the destination in time. അതേപോലെ തന്നെ ഗുഡ്സ് ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ അവർക്ക് പ്രൊഡക്ഷൻ ടൈമിൽ റോ മെറ്റീരിയൽ ആവശ്യമായ സ്ഥലത്തേക്ക് ടൈംലി എത്തിക്കാൻ കഴിയും. ക്വിക്ക്ലി റീച്ച് ചെയ്യിക്കാൻ പറ്റും, അല്ലേ? നിങ്ങൾക്കറിയാവുന്നതാണ്. ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് റോ മെറ്റീരിയൽ അവരുടെ ഗോഡൗണിൽ ഉണ്ട് എങ്കിൽ കൃത്യമായിട്ട് അവർക്ക് പ്രൊഡക്ഷൻ നടത്താൻ ടൈംലി പ്രൊഡക്ഷൻ നടത്താൻ കഴിയും. ഇല്ല എങ്കിൽ എന്തായിരിക്കും? അവർക്കത് നടത്താൻ കഴിയില്ല. അത് കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് എത്തിക്കാൻ കഴിയില്ല. അതിലൂടെ അവരുടെ കമ്പനിയെ ലോസിലേക്കും നയിക്കുന്നു. This will help a firm to put its material into production whenever the process begin. ഇത് ഒരു ഫാമിനെ എങ്ങനെ സഹായിക്കുന്നതാണ്? ഈ കൃത്യമായിട്ട് നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങിച്ചു വെക്കുമ്പോൾ സമയാസമയങ്ങളിൽ അവരുടെ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് അവരുടെ പ്രോസസ്സ് കൃത്യമായിട്ട് കൊണ്ടുപോകാനും അതിലൂടെ ആ ഫാമിനെ സഹായിക്കാനും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാവുന്ന ഒരൊറ്റ കാര്യമാണ്. പിന്നെ പ്രൊഡക്ഷനിൽ മെറ്റീരിയൽ കൃത്യമായി എത്തുമ്പോൾ അവരുടെ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റുന്നു. അത് ആ ബിസിനസ്സിനെ
നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. തേർഡ് വൺ, ഇൻഡിപെൻഡൻറ്റ് സെയിൽസ്. ഇൻഡിപെൻഡൻറ്റ് സെയിൽസ് ആണ്. സെയിൽസിനെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നു. എങ്ങനെ സെയിൽസിനെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നു? നമ്മളുടെ കയ്യിൽ കൃത്യമായിട്ട് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് ഉണ്ട്. റോ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആവും. പ്രോസസ്സ് കൃത്യമായി നടക്കുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആവും. ഫിനിഷ്ഡ് ഗുഡ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ, കൃത്യമായിട്ട് സ്റ്റോക്ക്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് നമ്മളുടെ ഇൻവെൻ്ററി നമ്മളുടെ ഗോഡൗണിൽ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾക്ക് ഓർഡർ വരുമ്പോൾ കൃത്യമായിട്ട് കസ്റ്റമേഴ്സിനെ ഒന്നും നോക്കാതെ നമുക്ക് ഡെലിവറി ചെയ്യാൻ കഴിയുന്നു. ഇതുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് സെയിൽസ് ഉണ്ടാക്കാൻ കഴിയുന്നു. കമ്പനിക്ക് അത് ബെനിഫിറ്റ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ഗുഡ്സ് കനോട്ട് ബി പ്രൊഡ്യൂസ്ഡ് ജസ്റ്റ് ആഫ്റ്റർ റിസീവിങ് ഓർഡേഴ്സ്. ചില കേസിൽ നമുക്ക് ഓർഡർ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റൂല, പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റൂല. ചില 2 ദിവസം 3 ദിവസമൊക്കെ പ്രോസസ്സിങ് ടൈം എടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് എങ്കിൽ നമുക്ക് ഓർഡർ കിട്ടിയതിന് ശേഷം നടക്കാൻ പറ്റൂല. അത് വെരി ബാഡാണ്. ശരിക്കും അത്തരം കമ്പനീസിൻ്റെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കുന്നതാണ്. ടൈംലി മാനറിൽ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തണം എന്നുള്ളത് നിർബന്ധമാണ്. നിങ്ങൾ ഒരു ബിസിനസ് നടത്തുമ്പോൾ മനസ്സിലാവും അത്. Therefore, every manufacturing concern maintain a minimum level of finished goods in order to deliver the goods as soon as the order is received. ഏത് മാനുഫാക്ചറിങ് ഫാം ആണെങ്കിലും അതിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സ്, മിനിമം ലെവൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഹോൾഡ് ചെയ്യേണ്ടതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അത് ഹോൾഡ് ചെയ്യുന്നത്? അവർക്ക് കൃത്യമായിട്ട് കസ്റ്റമേഴ്സിന് ഗുഡ്സ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും ഗുഡ്സ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Thus, the loss related to the gap between demand and supply of goods avoided. അതേപോലെ തന്നെ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തമ്മിലുള്ള ഡിഫറൻസ്, ടൈം ഗ്യാപ്പ് എപ്പോഴും കുറയ്ക്കണം. ടൈം ഗ്യാപ്പ് കുറച്ചിട്ടില്ല എങ്കിൽ, ടൈം ഗ്യാപ്പിന് ഡിമാൻഡ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ സപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ, അതിനിടയിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കിടയിൽ അതൊരു ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾക്ക് ഇന്ന് കിട്ടേണ്ട ഒരു സാധനം, ഒരു കസ്റ്റമറിന് ഇന്ന് കിട്ടേണ്ട സാധനം നാളെ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആ കസ്റ്റമർ ആ പ്രോഡക്റ്റിനെ ക്യാൻസൽ ചെയ്യും. നിങ്ങൾക്കറിയാം, ഫ്ലിപ്കാർട്ടിൽ നിങ്ങളൊരു സാധനം ഓർഡർ ചെയ്തു, ഡേറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യാറാണ് പതിവ്? നമ്മളത് ആ പ്രോഡക്റ്റിനെ ക്യാൻസൽ ചെയ്ത് കൊടുക്കാറുണ്ട്. നമുക്കറിയാവുന്ന ഒരു ഇതാണ്, നമ്മളെല്ലാവരും ചെയ്യാറുള്ളൊരു കാര്യമാണത്. കൃത്യമായിട്ട് നമുക്കത് ഓർഡർ ചെയ്ത സമയത്ത് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടാതിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആ പ്രോഡക്റ്റിനെ ക്യാൻസൽ ചെയ്ത് കളയാറുണ്ട്. അത് തന്നെയാണ് ഇൻഡിപെൻഡൻറ്റ് സെയിൽസിൽ പറയുന്നത്. അപ്പോൾ അത്തരം നഷ്ടങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നികത്തണമെങ്കിൽ കൃത്യമായിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മളുടെ ഗോഡൗണിൽ ഉണ്ടായേ തീരൂ. നെക്സ്റ്റ് പറയാനുള്ളത് ഗുഡ് വിൽ വിത്ത് കസ്റ്റമേഴ്സുമായിട്ടുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഗുഡ് വില്ലാണ്. കമ്പനിക്ക് ഉണ്ടാകുന്ന ഗുഡ് വിൽ ഉണ്ടാക്കാൻ കഴിയുന്നു. കാരണം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഓർഡർ വന്ന ഉടനെ തന്നെ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കൊരു നല്ലൊരു റെപ്യൂട്ടേഷൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കമ്പനിക്ക് കസ്റ്റമേഴ്സിൻ്റെ മുന്നിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്, ഫെയ്ത്ത് ഉണ്ട് എങ്കിൽ കമ്പനിക്ക് അതൊരു ഗുഡ് വിൽ ഉണ്ടാക്കാൻ പറ്റുന്നു. അതാണ് ഇവിടെ പറയുന്നത്. മീറ്റിംഗ് ദ ഡിമാൻഡ് ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ടൈം ക്രിയേറ്റ്സ് ഗുഡ് വിൽ ആൻഡ് കസ്റ്റമേഴ്സ് ലോയൽറ്റി. അതേപോലെ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് കൃത്യമായിട്ട് മീറ്റ് ചെയ്യുകയാണെങ്കിൽ, ടൈംലി മാനറിൽ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കമ്പനിക്ക് ഗുഡ് വിൽ ഉണ്ടാക്കുകയും കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസം കൂട്ടുകയും ചെയ്യുന്നത്. ഇത്രയും കാര്യമാണ് ഇൻവെൻ്ററി ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റുകളും റീസൺസുകളും പറഞ്ഞത്. അത് ഏതൊക്കെയാണ്? ഒന്ന് uninterrupted production, efficient purchase, independent sales, goodwill with the customers. അപ്പം 2 ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് മോട്ടീവ് ഫോർ ഹോൾഡിംഗ് ഇൻവെൻ്ററീസ്, 2 ബെനിഫിറ്റ്സ് ഫോർ ഹോൾഡിംഗ് ഇൻവെൻ്ററീസ്. ഇത്രയും കാര്യങ്ങളാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.